അതിപ്രധാനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന, രാജ്യത്തിന്റെ ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, നമ്മുടെ മൌലിക അവകാശങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് ഗൌരവത്തോടെ നമ്മുടെ സമ്മതിദാനാവകാശം നാം വിനിയോഗിക്കേണ്ട അവസരമാണ്. രാജ്യത്തൊരു മതേതര മുന്നണി അധികാരത്തിലെത്തണമെന്ന് ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർബന്ധപ്രകാരം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ വരുന്നത്. രാജ്യം നടുങ്ങിയ ഒരു സന്ദർഭമാണത്. പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നിശബ്ദരാണ്. ഇത്രയും വലിയ ഒരു അഴിമതി കോടതിയുടെ മുൻപാകെ വന്നത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. ഫെഡറലിസം തകർക്കുന്നതിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി കേരളം ജന്തർ മന്ദറിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ബിജെപി ഇതര പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് ഒഴിച്ചുള്ളവർ ആ വേദിയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യമായിട്ടാണ് ഒരു സമരവേദിയിൽ ബിജെപി ഇതര കക്ഷികൾ എത്തിച്ചേരുന്നതെന്ന വലിയ പ്രാധാന്യം രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും ആ വേദിക്കും ആ സമരത്തിനും ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഭരണഘടനയുടെ അന്തസത്തയ്ക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ നിശബ്ദരായിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരക്ഷരം പോലും ഇത് സംബന്ധിച്ചില്ല എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാര്യം സുവ്യക്തമാണ്. ഇന്ത്യ ഇന്ത്യയായി ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷമുണ്ടാകണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.